നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പാർലമെന്റിൽ മോദിക്കെതിരെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് മനഃപൂർവ്വം മറക്കുന്നതാണ് ഇന്ത്യയിലെ നമ്മുടെ പൂർവികർക്ക് നേരെ ഇന്ദിരാഗാന്ധി നടത്തിയ നരനായാട്ടെന്ന് BJP സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതി പറഞ്ഞു. കൂരിരുട്ടിൽ ഇല്ലാത്ത പൂച്ചയെ തപ്പുന്നത് പോലെ മോദിക്കെതിരെ ഫാസിസം എന്ന് വിളിച്ചു കൂവുന്നവർ ഇന്ത്യയിൽ യഥാർത്ഥമായ ഫാസിസം എന്തെന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ പൂർണ്ണ രൂപം നമുക്ക് ഒന്ന് നോക്കാം. ഭാരതീയ യക്ഷി എന്നോ ഭാരത പൂതനയെന്നോ എന്താണ് ഇന്ദിരാഗാന്ധി എന്ന ഈ മനുഷ്യമൃഗത്തെ വിശേഷിപ്പിക്കേണ്ടത്? സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ നരനായാട്ട് സ്വന്തം ജനതയുടെ മേൽ ഇന്ദിര നടത്തിയിട്ട് 49 വർഷം പൂർത്തിയാകുന്നു. കൂരിരുട്ടിൽ ഇല്ലാത്ത പൂച്ചയെ തപ്പുന്നത് പോലെ മോദിക്കെതിരെ ഫാസിസം എന്ന് വിളിച്ചു കൂവുന്നവർ ഇന്ത്യയിൽ യഥാർത്ഥമായ ഫാസിസം എന്തെന്നറിഞ്ഞിട്ടുണ്ടോ? ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഷോ കാണിക്കലല്ല ഫാസിസത്തിനെതിരായ പോരാട്ടം. രാജ്യം കണ്ട ഏക ഫാസിസ്റ്റ് നടപടിയെ ജീവനും ജീവിതവും നൽകി തോൽപ്പിച്ചവരാണ് ഇന്ന് ഭരണത്തിലുള്ളത്. അടിയന്തരാവസ്ഥയെ വായിച്ചെങ്കിലും അറിയാത്തവർക്ക് ഇന്ദിര എന്നാൽ ഇന്ത്യയാണ്, ഉരുക്ക് വനിതയാണ്, അമ്മയാണ്, അങ്ങനെ പലതുമാണ്. എന്നാൽ ജനാധിപത്യം എന്ന ഏറ്റവും സുന്ദരമായ ഭരണ സംവിധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പൂർവികർ താണ്ടിയ ദുരിത പർവമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സൗഭാഗ്യം എന്ന തിരിച്ചറിവുള്ളവർക്ക് ഇന്ദിര എന്ന പെൺ ഹിറ്റ്ലറെ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഇന്ദിര എന്ന പേര് ചോരയുടെ, കണ്ണീരിന്റെ, നിസ്സഹായ വിലാപങ്ങളുടെ, കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയുടെ ഒക്കെ മറുപേരായേ ഓർക്കാനാകൂ. മറിച്ചുള്ള ചിന്ത തന്നെ ഇരകളാക്കപ്പെട്ട നിസ്സഹായ ജന്മങ്ങളോടുള്ള ചെറുത്തുനിന്ന ധീര പോരാളികളോടുള്ള വെല്ലുവിളിയാണ്, ചരിത്രബോധമില്ലായ്മയാണ്. ഓരോ ജൂൺ 25 ഉൾക്കിടിലത്തോടെ അല്ലാതെ ഓർക്കാൻ സാധ്യമല്ല. കാലം മാറി ജനിച്ച പുതുതലമുറയ്ക്കിപ്പോൾ ചെയ്യാനാകുന്നത് കണ്ണീർ ചോരയില്ലാത്ത ക്രൂരതകളുടെ ഓർമ്മ പുതുക്കൽ മാത്രമാണ്. അതിന് കാരണമായവരെ, അവരെ പ്രകീർത്തിക്കുന്നവരെ ഓരോ നിമിഷവും പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതാണ്. അതുമാത്രമാണ് ഇരയായ ആ നിസ്സഹായ ജന്മങ്ങൾക്ക് നൽകാവുന്ന തിലോദകം. അടിയന്തരാവസ്ഥ പീഡിതരും ജനാധിപത്യ സംരക്ഷണ വേദിയും ചേർന്നൊരുക്കുന്ന ഓർമ്മ പുതുക്കലിൽ ഞാനും ഉണ്ടാകും. എറണാകുളം BTH ഹാളിൽ നടക്കുന്ന സെമിനാറിലേക്ക് എല്ലാ മനുഷ്യ സ്നേഹികളെയും ക്ഷണിക്കുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം.